2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. ഞാൻ പറയുന്ന വാക്യങ്ങൾ മൈക്കിലൂടെ വായിച്ച് സഹായിക്കണം. 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ മതി. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം, എല്ലാവർക്കും കാണാൻ അറിയാവുന്നൊരു വേദഭാഗം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ, ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടെ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ. അതുകൊണ്ട് യോഗ ഇവിടെ വെച്ചേക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ഓടി ഇവിടെ വന്നതും അതുകൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി, ബെന്തിക്കോസുകാർക്ക് വേണ്ടിയല്ല. മർത്തോമ, യാക്കോബ, CSI, ഓർത്തഡോക്സ്, കത്തോലിക്ക, ഈഴവ, നായർ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, ഉലകത്തിൽ കാണപ്പെട്ട സകല മനുഷ്യർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. എത്ര പേര് അതിന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? ഒരു വിഭാഗത്തിന് വേണ്ടിയോ ഒരു സമുദായത്തിന് വേണ്ടിയോ ഒരു ഗ്രൂപ്പിന് വേണ്ടിയല്ല, ഉലകത്തിൽ മുഖ്യശ്വാസമുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. ഞങ്ങൾക്ക് ഏത് കവലയിലും പ്രസംഗിക്കാൻ മടിയില്ലാത്തൊരു കാരണം, ഇന്ന് രാത്രി മരിച്ചവൻ മരിച്ച് കിടക്കുകയല്ല, അവൻ 3-ാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോഴും അവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം. ഹല്ലേലൂയ! എത്ര പേര് ഇവിടെ വന്നവർ വിശ്വസിക്കുന്നുണ്ട് യേശു ഇന്ന് രാത്രി ജീവിക്കുന്നു? ഞാൻ പ്രസംഗിക്കുന്നത് മരിച്ചടക്കി കിടക്കുന്ന ഒരു യേശുവിനെ കുറിച്ചല്ല, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചാണ്. വളരെ പ്രതീക്ഷയോടും ഒത്തിരി പ്രാർത്ഥനയോടും നമുക്ക് ദൈവത്തിലായിരിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ വേഗം വായിക്കണം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4 മുതൽ താഴോട്ടൊരു 3 വാക്യങ്ങൾ, 4 വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ച് നമുക്ക് മടങ്ങി വരാം. റോമാലേഖനം 5-ാം അധ്യായം 5 മുതൽ വായിച്ചോ, സമയമില്ലാത്തതുകൊണ്ട്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ. ഇനിയുള്ള വാക്യങ്ങൾ എൻ്റെ ബഹുമാന്യ ശ്രോതാക്കളെ ശ്രദ്ധിക്കണം. വളരെ ശാന്തമായി പ്രസംഗിക്കാൻ പോകുകയാണ്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അഭക്തർക്ക് വേണ്ടി മരിച്ചു. അടുത്ത വാക്യം. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. അടുത്ത വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം മറക്കരുത്, നാം ബലഹീനരായിരിക്കുമ്പോൾ. രണ്ടാമത്തേത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അടുത്ത വാക്യം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ. 3 കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. 1, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഒരുവൻ മരിച്ചു. 2, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു. 3, നാം ശത്രുക്കളായിരിക്കുമ്പോൾ ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ 3 യോഗ്യതകൾ, പ്രസംഗിക്കുന്ന എൻ്റെയും കേൾവിക്കാരായ നിങ്ങളുടെയും 3 യോഗ്യത. 1, ബലഹീനർ. 2, കേട്ടില്ല, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പാപികൾ. 3, ശത്രുക്കൾ. നമുക്ക് തന്നിരിക്കുന്ന 3 യോഗ്യതയാണ്. ബലഹീനർ, പാപികൾ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ഒരുവൻ നമുക്ക് വേണ്ടി, പാപമില്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെ, നമ്മുടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പാപിയായിട്ടല്ല. ഒരു നല്ല അല്ലേ പറഞ്ഞത് ഞങ്ങള്? ദൈവം തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, ദൈവം പാപമില്ലാത്ത പരിശുദ്ധൻ. ഇന്ന് രാവിലെ നമ്മൾ ചൊല്ലിയല്ലോ, നീ പരിശുദ്ധൻ 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 എന്ന് എത്ര പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലിയിട്ട് ഇവിടെ വന്നിരിക്കുന്നേ. ആ പരിശുദ്ധനായ ദൈവം സൃഷ്ടിച്ചത് പാപിയായ മനുഷ്യനെ അല്ല.
പരിശുദ്ധന്റെ കയ്യിൽ ഒരു പിടി മണ്ണെടുത്തിട്ട് ഒരു മനുഷ്യനെ മെനയുമ്പോൾ ആ മനുഷ്യൻ പരിശുദ്ധനായ ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപമില്ലാത്തവനായിരുന്നു. അങ്ങനെ ജീവിച്ച മനുഷ്യന്റെ പാപമില്ലാത്ത കാലഘട്ടം ഒരു യുഗം തന്നെ ഉണ്ടായിരുന്നു. ആ യുഗത്തിന്റെ പേര് നിഷ്പാപ യുഗം എന്നായിരുന്നു. നിഷ്പാപ യുഗം, നിഷ്കന്മഷ യുഗം, പാപമില്ലാത്ത യുഗം. അബ്രഹാമിന്റെ യാഗപീഠത്തിൽ നിന്ന് അബ്രഹാമെ ബാലന്റെ മേൽ കൈവെക്കലെന്ന് പറഞ്ഞപ്പോൾ കെട്ടഴിച്ച് എഴുന്നേപ്പിച്ചത് ചെറുക്കൻ അടുക്ക നിൽക്കുന്നു. ഇസഹാക്ക്, അവൻ കുഞ്ഞൊന്നുമല്ല, സ്വന്തം യാഗത്തിന്റെ വിറക് ചുമി മല കയറാൻ ആരോഗ്യമുള്ള പയ്യനാ. അവൻ അടുക്ക നിൽക്കുന്നു. പകരം ഒരു ആട്ടുകുട്ടിയെ പിടിച്ച് യാഗപീഠത്തെ കിടത്തി. ഇസഹാക്കിന്റെ മുഖത്തോട്ട് അബ്രഹാം ഒന്ന് നോക്കിയിട്ട് ഇസഹാക്കിന്റെ കഴുത്തേൽ 5 മിനിറ്റ് മുമ്പ് വെച്ച വാള് ഈ ആടിന്റെ കഴുത്തിലോട്ട് വെച്ച് ഇങ്ങനെ അറക്കാൻ തുടങ്ങി. ആ ഊനമില്ലാത്ത കുഞ്ഞാന്റെ രക്തം ചീറിയപ്പോൾ ഇസഹാക്ക് പറഞ്ഞു കാണും, അബ്രഹാമേ അബ്രഹാമേ എന്ന് 2 വിളി വിളിച്ചില്ലായിരുന്നെങ്കിൽ ഈ വാള് എൻ്റെ കഴുത്തറക്കേണ്ടതാ. ഞാൻ പിടഞ്ഞു മരിക്കേണ്ടിടത്തല്ലേ പകരം ഒരു കുഞ്ഞാട് മരിച്ചത് എന്നോർത്ത് ഇവൻ അറിയാതെ ദൈവത്തെ ആരാധിച്ചു കാണും. ഇന്ന് രാത്രി ഞാനും നിങ്ങളും നശിക്കേണ്ടിടത്ത്, തകരേണ്ടിടത്ത് നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുത്തൻ മരിച്ചിരിക്കുകയാ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമേ. നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഇന്ന് രാത്രി നിർബന്ധിക്കുകയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ശ്രദ്ധിക്കണേ പ്രിയമുള്ളവർ. യേശുവിന്റെ കാൽവരി മരണത്തോട് സംബന്ധിച്ച് നടന്ന 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ വേഗം മടങ്ങി വരാം. ഒന്നാമത്തെ സംഭവം, യേശുക്രിസ്തു പെസഹായുടെ വ്യാഴാഴ്ച ശിഷ്യന്മാരും ഒരുമിച്ച് ഭക്ഷണത്തിലിരിക്കുന്നു. ഭക്ഷണം എവിടെ ഒരു മനുഷ്യൻ എതിർപ്പെടും. നിങ്ങൾ അവനോടൊന്നും ചോദിക്കില്ല, ഒരു വഴികാട്ടി എന്ന് കണക്കാക്കിയാൽ മതി. യഹൂദന്റെ സിസ്റ്റത്തിൽ ആണുങ്ങൾ വെള്ളം ചുമന്നുകൊണ്ട് പോകത്തില്ല. വെള്ളം ചുമക്കുന്ന എല്ലാം സഹോദരിമാരാ. അതും പട്ടണത്തിൽ കൂടെ ഒരിക്കലും ഒരു പുരുഷൻ വെള്ളം കൊണ്ട് പോകത്തില്ല. പക്ഷേ ഇന്ന് വരെ സംഭവിക്കാത്തൊരു കാര്യം നിങ്ങൾ കാണാൻ പോവുകയാണ്. പട്ടണത്തിൽ വെച്ച് ഒരു പുരുഷൻ ഒരു കുടം വെള്ളവുമായി നിങ്ങൾക്ക് എതിർപ്പെടും. സ്തോത്രം. അവനോടൊന്നും ചോദിക്കല്ല്, അവൻ്റെ പുറകെ പൊക്കോണം. അവൻ ചെന്നൊരു വലിയ വീട്ടിൽ കയറും. ആ വീട്ടിൽ നിങ്ങൾ കയറണം, പിന്നെ അവനെ കാണത്തില്ല. സ്തോത്രം. അവനോടൊന്നും ചോദിക്കല്ല, പിന്നെ അവനെ കാണത്തില്ല. വീട്ടുകാരൻ ഇറങ്ങി വരും. ഉടനെ വീട്ടുകാരനോട് ചോദിക്കണം, ഞങ്ങൾ ഗുരുവുമായിട്ട് പെസഹ എവിടെയാണ് കഴിക്കേണ്ടത്? ഉടനെ വീട്ടുകാരൻ പറയും, മുകളിലോട്ട് കയറി വാ. മുകളിലോട്ട് കൊണ്ടുപോയി വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി കാണിച്ചു. ഇവരുടെ ആവശ്യം ഇന്നുണ്ടായതാ, പക്ഷെ മാളിക മുറി ഇന്നലെ ഒരുക്കിയിട്ടിരിക്കുക. നീ ഇന്ന് രാത്രി എവിടെയാന്ന് ചോദിക്കുന്ന വിഷയമില്ലേ? ആ വിഷയത്തിന്റെ മറുപടി നീ ചോദിക്കുന്നതിന് ഒരു ദിവസം മുമ്പേ തമ്പുരാൻ ഒരുക്കിയിട്ടിട്ടുണ്ടെന്ന് വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി മൗനമായിരിക്കില്ല. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഇവരുടെ ചോദ്യം ഞങ്ങൾക്ക് എവിടെയാ? ഉത്തരം ഇപ്പോഴല്ല, ഇന്നലെ ഒരുക്കിയിട്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിനക്കുള്ള വിടുതല് നീ ഇവിടെ വരുന്നതിന് മുമ്പേ, നീ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നീ ഇവിടെ വരുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരുവനുണ്ട്. അവിടെ നിങ്ങൾ ഒരുക്കണം. ഒരുക്കിയിട്ടിരിക്കുന്നത് ഒരുക്കണം. അവിടെ ഒരുക്കി. യേശു വന്നു, ശിഷ്യന്മാർ 12 വന്നു. യേശു ആദ്യമായിട്ട് ചെയ്ത കാര്യം, എഴുന്നേറ്റ് അരയിൽ തോർത്തെടുത്ത് ചുറ്റി ഇവരുടെ കാലുകൾ കഴുകി. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ വെള്ളം എപ്പോൾ ഇവിടെ വന്നതാണെന്നറിയാമോ? ഈ ഒരു കുടം വെള്ളം ആദ്യം എത്തിച്ചതാ. സ്തോത്രം. ഈ വെള്ളം കൊണ്ട് വരുന്നത് ശിഷ്യന്മാർ കണ്ടതുമാണ്. പക്ഷെ ഇവരുടെ ആരുടെയും മനസ്സിൽ കാല് കഴുകാനുള്ള മനോഭാവം ഉണ്ടായില്ല. സ്തോത്രം. യേശു അത് ചെയ്തു. ലോകത്തിൽ ഏറ്റവും ആദ്യം ഗുരു ശിഷ്യന്റെ കാല് കഴുകിയ ചരിത്രമുണ്ടെങ്കിൽ അതെൻ്റെ യേശുവാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്കാൾ ഉന്നതൻ. സ്തോത്രം പറയണം. താൻ മാത്രം അമർത്യതയുള്ളവൻ. ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഒന്നുകൂടെ സ്തോത്രം പറയണം. ദഹിപ്പിക്കുന്ന അഗ്നിയായവൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തേജസ്സിന്റെ പ്രഭയായവൻ, തത്വത്തിന്റെ മുദ്രയായവൻ, സ്വർഗാദി സ്വർഗങ്ങൾ ഒതുങ്ങാത്തവൻ, സ്വർഗം അവന്റെ സിംഹാസനമായിരിക്കുമ്പോൾ ഭൂമി
അവന്റെ പാദപീഠമായിരിക്കുമ്പോൾ ഈ ഭൂമിക്ക് കൈകൊണ്ട് അളന്നവൻ, നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിച്ചവൻ, ഉലകത്തിൽ മുക്കുവന്റെ കാല് കഴുകാൻ അരയ്ക്ക് തോർത്തെടുത്ത് ചുറ്റി അവൻ തന്നെ താഴ്ത്തിയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തീയ മാർഗം നിഗളത്തിന്റെ മാർഗമല്ല, ക്രിസ്തീയ മാർഗം താഴ്മയുടെ മാർഗമാ. കാൽവറിയുടെ ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത് അവനെ അനുഗമിക്കുന്നവൻ താഴ്മയുള്ളവനായിരിക്കണം. എന്നെ ഒരുവൻ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. അവിടെ കർത്താവ് ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. ഈ പെസഹ കഴിച്ച ശേഷം അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്, ഞാൻ വരുവോളം നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറഞ്ഞ് അപ്പം നുറുക്കിക്കൊടുത്ത് വീഞ്ഞെടുത്തിട്ട് ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിന് ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമെന്ന് പറഞ്ഞ് വീഞ്ഞിനെയും പുതിയ നിയമമാക്കി അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വരുവോളം നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറഞ്ഞിട്ട് സ്തോത്രം പാടി. ഒരല്ലി പറഞ്ഞേ, വേദപുസ്തകത്തിൽ യേശു ക്രിസ്തു പാട്ട് പാടിയെന്ന് എഴുതിയ ഒറ്റ സ്ഥലമേ ഉള്ളൂ, അതിവിടെയാണ്. അവൻ സ്തോത്രം പാടി. കാൽവറിലേക്ക് പോയത് ചങ്ക് പൊട്ടിക്കരഞ്ഞോണ്ടല്ല, മിണ്ടുന്നില്ല, പ്രഷറും കൂടി ഹാർട്ട് അറ്റാക്കും വന്നല്ലേ പോയത്. സ്തോത്രം പാടി കാൽവറിലേക്ക് പോയ ഒരു നാഥനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അവൻ കാൽവറിലേക്ക് നടന്നു പോകുന്നത് സ്തോത്രം പാടിക്കൊണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും നിരാശപ്പെട്ടിരിക്കരുത്. നമ്മുടെ പാപപരിഹാരത്തിന്റെ കുഞ്ഞാടായി പിറന്നവൻ, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിച്ച ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവറിലേക്ക് നടന്നു നീങ്ങിയത് സ്തോത്രഗാനം പാടിക്കൊണ്ട്. അവൻ അങ്ങനെ പോകുന്നു. ഗദസമനത്തോടെ വാതുക്ക ചെല്ലുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞ് 11. ഒരുവൻ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ബാക്കി 11 പേരിൽ 8 പേരെ അവൻ കൊണ്ടുപോയി വാതുക്കൽ ഒലിവുമലയുടെ വാതുക്കലിരുത്തി. ബാക്കി 3 പേര് പത്രോസ്, യാക്കോബ്, യോഹന്നാനെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയ്ക്ക് അകത്ത് ചെന്നു. അവരോട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 8 പേരോട് വാതുക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 3 പേരോട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവരിയ്ക്ക് നടത്തുന്ന ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എത്ര ദൂരം വീഴുമോ അത്രയും ദൂരെ ഗദസമനയിൽ നിന്ന് ആ സ്ഥലത്തേക്ക് യേശു തനിയെ പോയി. എന്നിട്ട് അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലിലോട്ട് കൈകുത്തി മുഴങ്കാലിരുന്നു നാളുകളായി പ്രാർത്ഥിക്കുന്ന ഗദസമന തോട്ടത്തിൽ നിന്ന് ഒരു കല്ലേറ് ദൂരെ അവൻ പോയി ആ പാറമേൽ കൈകുത്തി അവൻ പ്രാർത്ഥിക്കുന്നു. അപ്പുറത്ത് 3 പേര് പ്രാർത്ഥിക്കുന്നു, വാതുക്കൽ 8 പേര് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 11 12 പേരുടെ വലിയൊരു പ്രാർത്ഥന നടക്കുകയാണ്. എന്താണ് അവിടുത്തെ പ്രാർത്ഥനാ വിഷയം? ശിഷ്യന്മാർക്ക് അറിയത്തില്ല. അവരുടെ മനസ്സെല്ലാം കലങ്ങിക്കിടക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം എല്ലാം പ്രസംഗിച്ചത് ഞാൻ മരിക്കും, ഇനി കുറഞ്ഞു വന്നു കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണത്തില്ല, സ്തോത്രം, ഇങ്ങനെയുള്ള പദങ്ങൾ പറഞ്ഞതുകൊണ്ട് അവരുടെ മനസ്സിലാകപ്പാടെ പ്രയാസം. അതുകൊണ്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഹൃദയം എല്ലാവരും പറഞ്ഞ് കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇഷ്ടംപോലെ വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. എന്നാൽ ഞാൻ പോകുന്നത് നിങ്ങൾക്കൊരു വീടൊരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി വീടൊരുക്കിയാൽ വന്നിട്ട് നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ അടുക്കൽ നിങ്ങളെ ഇരുത്തും എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പോയത്. ഇവർക്ക് പ്രത്യാശയുടെ വചനം കൈമാറിയിട്ട് കർത്താവ് ഗദസമനിലേക്ക് ചെന്നു. ഗദസമനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ അതേ പൈശാചിക ശക്തികളുടെ പാളയങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. എവിടെ പ്രാർത്ഥന ഉയരുമോ അവിടെ പൈശാചിക പാളയങ്ങൾ വിറയ്ക്കും. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. ഒരുത്തൻ മുട്ടിനിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആഗാബിന്റെ സിംഹാസനം ഇളകും, ഇസബേലിന്റെ കോട്ടകൾ തകരും, മന്ത്രവാദ മണ്ഡലങ്ങൾ തകരും. ഒരുത്തൻ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ശ്രദ്ധിച്ച്, യേശു പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കിയപ്പോൾ ഉലകത്തിലെ സകല പൈശാചിക മണ്ഡലങ്ങൾ, ത്രിലോകങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ വിരളി പിടിച്ച് അവർക്ക് മനസ്സിലായി, ഒന്നുകിൽ ഇവൻ മരിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ തല തകരും. അത് മനസ്സിലാക്കിയ പിശാച് മുഴുശക്തി ഉപയോഗിച്ച് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഭംഗം വരുത്താൻ അവൻ കടന്നു വന്നു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, കൂടെ പ്രാർത്ഥിക്കേണ്ട പത്രോസ് ഉറങ്ങുന്നു, യാക്കോബ് ഉറങ്ങുന്നു, യോഹന്നാൻ ഉറങ്ങുന്നു. അവരുടെ കണ്ണിന് ഭാരമേറിയാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവിന് ഉറക്കം വരുന്നില്ല. കാരണം ആ രാത്രി മരണവേദനയിലായി, പ്രാണവ്യതയിലായി. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. നീ സ്വസ്ഥതയോടെ ഇവിടെ ഇരിക്കുന്നതിന് കാരണം, ഞാൻ സമാധാനത്തോടെ പ്രസംഗിക്കാൻ കാരണം, എനിക്ക് വേണ്ടി പ്രാണവ്യതയിലായ ഒരുത്തനുണ്ട് കേട്ടോ. എൻ്റെ മുഴുവൻ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പിശാച് അടുക്കൽ ചെന്നു. ഈ പ്രാർത്ഥന ശ്രദ്ധ മാറ്റാൻ നമ്മൾ ഈ ഇരിക്കുമ്പോൾ മൊബൈലൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകത്തില്ലേ?
അതുപോലെ ഇവരെ ശ്രദ്ധ മാറ്റാമെന്ന് പറഞ്ഞു. കർത്താവെ പ്രാർത്ഥിച്ചു. ഞാനൊരു ചെറിയ കാര്യം ചോദിക്കാൻ വന്നേ ഉള്ളൂ, പ്രാർത്ഥനയ്ക്ക് ശല്യം ചെയ്യാൻ തോന്നരുത്. ഈ പത്രോസിനെ ഞാനൊന്ന് പാറ്റിക്കോട്ടെ. കർത്താവ് പറഞ്ഞു പാറ്റാനൊക്കത്തില്ല എന്ന് പറഞ്ഞെങ്കിലും പത്രോസിനെ അടുത്തറിയാവുന്ന കർത്താവ് എഴുന്നേറ്റു. ഗദസമനെ എഴുന്നേറ്റ് ഒരു കല്ലേറ് പുറകോട്ട് നടന്ന് പത്രോസിനെ പറഞ്ഞു, മോനെ അല്പസമയം ഉണ്ടെന്ന് പ്രാർത്ഥിക്കുക. നിന്നെ പാറ്റാൻ എന്നോട് അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുക. നിൻ്റെ വിശ്വാസം പോകാതിരിക്കുക, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക. നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കർത്താവ് തിരിച്ചു പിന്നെ ഒരു കല്ലേറ് ദൂരം പോയി മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിച്ചിട്ട് പിശാച് പിന്നെയും ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് അവനെ എന്തായാലും പാറ്റും. പ്രൈസിലോ. കർത്താവ് പറഞ്ഞു ഒരു കാരണവശാലും പാറ്റാനും. കർത്താവ് പിന്നെ ഒരു കല്ലേറ് ദൂരം പുറകോട്ട് നടന്നു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, പത്രോസ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് പിന്നെയും തിരിച്ചൊരു കല്ലേറ് ദൂരം മുന്നോട്ട് പോയി പ്രാർത്ഥന ആരംഭിച്ചു. പിശാച് മൂന്നാമത് എന്ന് പറഞ്ഞു, ഞാൻ ഇന്നവനെ ഗോതമ്പ് പോലെ പാറ്റും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുക്കുന്ന പ്രാർത്ഥന നടക്കുമ്പോൾ മറുഭാഗത്ത് പ്രാർത്ഥനയുടെ ഏകാഗ്രത മാറ്റാൻ ഇവനിങ്ങനെ കൂടെ കൂടെ വരികയാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കർത്താവ് പ്രാർത്ഥന ഉയരാൻ തുടങ്ങി. അപ്പോൾ കർത്താവിന് മനസ്സിലായി എല്ലാവരും ചിതറിയോടും, ആരും എനിക്ക് സഹായത്തിനില്ലാതെ വരും എന്നൊരു ഭാരം വന്നപ്പോൾ അവനോട് കർത്താവ് പറഞ്ഞു, എല്ലാവരും നിന്നെ കൈവിട്ടാലും പിതാവ് നിന്റെ കൂടെ കാണും. ഒരു സ്വതന്ത്രം പറഞ്ഞേ, ഇന്ന് രാത്രി ആരോടോ ദൂത് പറയുന്നു, ലോകത്തിൽ എല്ലാവരും നിന്നെ കൈവിട്ടാലും കൈവിടാമെന്ന് വാക്ക് പറഞ്ഞൊരു സ്വർഗം എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, അവൻ പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അവന്റെ അകത്ത് പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും എല്ലാം കൂടെ പാണ്ടക്കെട്ട് അവന്റെ മേൽ ചുമത്തിയപ്പോൾ, ഞാൻ ഈ ഗതസമന തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. ഒലിവുമല തോട്ടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചു. യേശുവിൻ്റെ കല്ലറയ്ക്കകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ലഭിച്ചു. ലാസറിൻ്റെ വീട്ടിൽ പോകാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെയൊക്കെ ഒരു ചെറിയ അവസരങ്ങൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ഒലിവുമല തോട്ടത്തിൻ്റെ വാതുക്കെ ചെല്ലുമ്പോൾ, നിങ്ങളെല്ലാം പോകാൻ ഒക്കുവാണെങ്കിൽ പോകണം, പോയവരിവിടെ കാണുമല്ലോ. ഈ വാതുക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു പഴയ കാലത്തെ മുന്തിരി ആട്ടുന്ന ചക്കുണ്ട്. ചക്കെന്ന് പറഞ്ഞാൽ അറിയാമോ? ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, പണ്ടുണ്ടായിരുന്നല്ലേ ചക്ക്. അങ്ങനെയുള്ള ചക്ക്, അതിൻ്റെ പ്രത്യേകത താഴെ ഒരു വലിയ കല്ല്. ആ കല്ലിന് നമ്മുടെ ആട്ടുകല്ലിൻ്റെ കൂട്ടുള്ള ഒരു പരപ്പും നടുക്കൊരു കുഴിയും. സ്തോത്രം. അതിനകത്ത് ഒരു വലിയ കുഴവിക്കല്ല് പോലൊരു കല്ല്, അതിൻ്റെ മീതെ ആ കല്ലിൻ്റെ വലിപ്പത്തിലൊരു വലിയ കല്ല് കമത്തി വെക്കും. സ്തോത്രം. അതിന് മേളിൽ രണ്ടാമതൊരു കല്ല് വെക്കും, മൂന്നാമതൊരു കല്ല് വെക്കും. ഈ ഒന്നാമത്തെ കല്ല് വെക്കുന്ന ഉടനെ ഈ മുന്തിരിക്കായകളും ഒലിവുകായും ഒക്കെ ചതയും. ഒലിവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒലിവുമലത്തോടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒലിവ് ആര് കയറി പറിക്കത്തില്ല, കുലുക്കിയും പറിക്കത്തില്ല, കോലുകൊണ്ട് അടിച്ചാണ് പറിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് എങ്ങനെ പറിക്കുന്നത്? അപ്പോൾ ഇത് നിറഞ്ഞു നിൽക്കുന്ന ഒലിവിൻ്റെ ആ തടിയേൽ ഉടമസ്ഥൻ കോലുകൊണ്ട് ഇങ്ങനെ അടിക്കും. കോലുകൊണ്ട് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉലച്ചിലിൽ ഈ പഴുത്ത് പാകമായ ഒലിവുകൾ താഴെ വീഴും. താഴെ വീഴുന്ന ഒലിവെല്ലാം കൂടെ പറക്കിയിട്ട് ഈ വലിയ കല്ലിനകത്തുള്ള ചക്കിലേക്ക് ഇട്ടിട്ട് അതിന് മീതെ വലിയൊരു കല്ലെടുത്ത് വെക്കുമ്പോൾ ഇത് ചതഞ്ഞ് അരഞ്ഞ് പതുക്കെ താഴേക്ക് ഇറങ്ങും. അതിൻ്റെ ആദ്യത്തെ ഒരെണ്ണ വരും. ആ എണ്ണയുടെ പേര് ഒന്നാമത്തെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം അത് എല്ലാത്തിനും ഉപയോഗിക്കത്തില്ല. ആകെ 3 കാര്യത്തിന്: 1, പുരോഹിതനെ പ്രവാചകനെയും അഭിഷേകം ചെയ്യാൻ; 2, രാജാവിനെ അഭിഷേകം ചെയ്യാൻ; 3, ആലയത്തിലെ വിളക്ക് നിത്യം കത്തിക്കൊണ്ടിരിക്കാൻ. 3 കാര്യത്തിന് ഈ തലയെണ്ണ എടുക്കത്തുള്ളൂ. ആ എണ്ണയുടെ വരവ് നിൽക്കുമ്പോൾ രണ്ടാമത്തെ ഒരു വലിയ കല്ലെടുത്ത് വെക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അടുത്ത എണ്ണയുടെ വരവായി. ആ എണ്ണയാണ് യഹൂദൻ പാചകത്തിനും മറ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വരവ് നിൽക്കുമ്പോൾ മൂന്നാമത്തെ ഒരു വലിയ കല്ലെടുത്ത് വെക്കും. അപ്പോൾ മൂന്നാമത്തെ ലാസ്റ്റ് എണ്ണ വരും. ലാസ്റ്റ് എണ്ണ ഇച്ചിരി കുറുകിയ എണ്ണ വരും. അതാ യഹൂദൻ സോപ്പുണ്ടാക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കണേ. എന്ന് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ ലോകത്തിൽ വന്ന യേശുക്രിസ്തു ഒന്നാമത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലെ ആദാമ്യ വർക്കത്താൽ ഉളവായ സകല പാപത്തിന്റെ കല്ലും അവന്റെ മേൽ എടുത്തു വെച്ചു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതും അവൻ പ്രാർത്ഥിക്കുമ്പോൾ സകല മനുഷ്യന്റെ മേൽ ആദാമ്യ വർക്കത്താൽ ഉളവായ ശാപത്തിന്റെ കല്ലെടുത്തു വെച്ചു. മൂന്നാമതും അവൻ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യവർഗത്തിന്റെ സകല രോഗങ്ങളുടെ കല്ല് അവന്റെ മേൽ എടുത്തു വെച്ചു. ഒന്നാമത് പാപത്തിന്റെ, രണ്ടാമത് ശാപത്തിന്റെ, മൂന്നാമത് രോഗത്തിന്റെ കല്ലെടുത്തു വെച്ചപ്പോൾ അവന്റെ അകത്തെ രക്തധമനികൾ വരിഞ്ഞു പൊട്ടി.
സകല രോമകൂപങ്ങളിൽ കൂടെയും വലിയ രക്തത്തുള്ളികൾ ധാരയായിട്ട് ഗെത്സമന തോട്ടത്തിൽ ഒഴുകി. ആദ്യമായി രക്തമൊഴുകിയത് ഗെത്സമന തോട്ടത്തിലാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. പാപപങ്കുലമായ ലോകത്തിൽ പാപമില്ലാത്തവന്റെ പരിശുദ്ധ രക്തം ഒന്നാമതായി ഗെത്സമന തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ മനുഷ്യന്റെ രക്തധമനികൾ പൊട്ടി പുറത്തേക്ക് രക്തമൊഴുകുക എന്ന് പറയുന്നത് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ രക്ത അണലി പോലുള്ള മാരകവിഷം തുപ്പുന്ന ഒരു സർപ്പം കടിച്ചാൽ മാത്രമേ രോമകൂപങ്ങളിൽ കൂടെ രക്തം പുറത്തേക്ക് വരത്തുള്ളൂ. അങ്ങനെ രക്തം പുറത്തേക്ക് വന്നാൽ ആ വ്യക്തി പിന്നെ ജീവിച്ചിരിക്കത്തില്ല. അപ്പോൾ ആ ഗെത്സമനയിൽ വെച്ച് തന്നെ അവനെ രക്തമൊഴുക്കി കൊന്നുകളയാൻ പിശാച് പദ്ധതിയിട്ടു. പക്ഷേ പുത്രനെങ്കിലും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അവൻ അപേക്ഷിക്കുകയും അഭയയാചന കഴിക്കുകയും ചെയ്തപ്പോൾ പുത്രനെങ്കിലും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ആ ഗെത്സമനെ അവൻ ജയിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. ഗെത്സമനയിൽ വെച്ച് മ്ലേച്ഛതയുള്ള, അശുദ്ധിയുള്ള, വ്യഭിചാരമുള്ള ഈ കൊടിയ പാപത്തിന്റെ കൈപ്പേറിയ പാനപാത്രം അവനെ കൊണ്ടുവച്ചപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, കാൽവറിയെ ഞാൻ സഹിച്ചോളാം, ക്രൂശ് ഞാൻ സഹിച്ചോളാം. പാപം ചെയ്യാത്ത ഞാൻ ഈ മനുഷ്യന്റെ പാപത്തിന്റെ പാനപാത്രം കുടിക്കാൻ പറഞ്ഞാൽ കഴിയുമെങ്കിൽ അതെങ്കിൽ നിന്ന് നീക്കണം. എങ്കിലും ഞാനത് കുടിക്കാതെ മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം ഉണ്ടാകത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി ആ പാപത്തിൻ്റെ പാനപാത്രം കുടിച്ച്, ശാപത്തിൻ്റെ പാനപാത്രം കുടിച്ച്, ഹല്ലേലൂയ, നമ്മുടെ മുഴുവൻ രോഗത്തിൻ്റെ പാനപാത്രം കുടിച്ച് അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അത് തീവട്ടി പന്തങ്ങളുമായി യഹൂദൻ്റെ മതത്തിൻ്റെ പടയക്കൂട്ടങ്ങളും റോമൻ പടക്കൂട്ടങ്ങളും ഈ തോട്ടത്തിലേക്ക് വരികയാണ്. അവൻ്റെ കൈ കയറി പിടിക്കുന്നു, കൈ ബന്ധിക്കുന്നു. ഈ സമയത്ത് പത്രോസ് ഈ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയവനല്ലേ, ആ ഉറക്കപ്പിച്ച് വാളെടുത്ത് ൂരിയും വെച്ച് ഒരു പടയാളുടെ കാതിനിട്ട് ഒറ്റ വെട്ട്. കാതേ വെട്ടിയല്ല, കഴുത്തേ വെട്ടിയതാ കേട്ടോ. വെട്ട് മാറിപ്പോയത്. നമ്മൾ പറയത്തില്ലേ, കണ്ണേ കൊള്ളാനുള്ളത് പിരിയത്തെ കൊണ്ട് മാറിയെന്ന് പറഞ്ഞ പോലെ കഴുത്തേ കൊള്ളാനുള്ളത് കാതേ കൊണ്ട് മാറിയതാ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞിരുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പ്രത്യേകത എന്നേരം കർത്താവ് പറഞ്ഞു, ഇത്രത്തോളം ഒന്ന് വിട്ടേ എന്ന് പറഞ്ഞിട്ട് ആ താഴോട്ട് പൊഴിഞ്ഞു വന്ന കാത് കയ്യിലോട്ട് പിടിച്ചിട്ട് ആ കാതേലോട്ട് വെച്ച് പറഞ്ഞു, സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രിയിലും നീ എത്ര ഭീകരനായാലും, യേശുവിനെതിരെ പ്രവർത്തിക്കാൻ വന്നവനായാലും, നിന്നെ കർത്താവിന്റെ കൈ കിട്ടിയ നിന്നെ സൗഖ്യമാക്കി വിടുന്ന ഒരു യേശു ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഗെത്സമന തോട്ടത്തിൽ വെച്ച് അവനെ വീണ്ടും കൈകൾ കെട്ടിയപ്പോൾ ദാക്ഷിണ്യമില്ലാത്ത പടക്കൂട്ടങ്ങൾ അവനെ ചോദ്യം ചെയ്യും മുമ്പേ, വിസ്തരിക്കപ്പെടും മുമ്പേ, കുറ്റം തെളിയപ്പെടും മുമ്പേ മുട്ടി ചുരുട്ടി അവനെ ഇടിച്ചു. അവന്റെ കർണത്താഞ്ഞടിച്ചു. അവന്റെ കണ്ണ് റൂമാല് കൊണ്ട് കെട്ടി, ഹല്ലേലൂയ, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി, അവനെ ചമ്മട്ടി കടിച്ചു വലിച്ചിഴച്ച് ഒറ്റ രാത്രി കോടതി പ്രവർത്തിക്കുക എന്ന് തികച്ചും അസാധാരണമാണ്. പെസഹായുടെ ആഴ്ചയായതുകൊണ്ട് എല്ലാ കോടതികൾക്കും ഒരാഴ്ച നീണ്ട അവധിയാ. ഈ ഒരാഴ്ച നീണ്ട അവധിയുള്ള കോടതി അടിയന്തരമായി രാത്രി കൂടി. ഒരു കൊലയാളിയെ ശിക്ഷിക്കാനല്ല, ഒരു ദുഷ്പ്രവർത്തിക്കാരനെ ശിക്ഷിക്കാനല്ല, പാപം കൂടാതെ ഉലകത്തിൽ ജനിച്ച് പാപം കൂടാതെ ജീവിച്ച് പാപം കൂടാതെ മരിച്ച ഒരുവനെ ശിക്ഷിക്കേണ്ടതിന് ആ രാത്രിയിൽ കോടതികൾ കൂടി. ഒരു കോടതിയല്ല, മതക്കോടതിയായ കയ്യപ്പാവിന്റെ കോടതി, കന്നാവിന്റെ കോടതി, ഹേരോദാവിന്റെ കോടതി, പീലാത്തോസിന്റെ കോടതി, ന്യായാധിപ സംഘത്തിന്റെ കോടതി, വീണ്ടും പീലാത്തോസിന്റെ കോടതി. കോടതികൾ മാറി 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 വിസ്തരിച്ചു. ഇന്ന് രാത്രി നീ കുറ്റമില്ലാത്തവനായിരിക്കുമ്പോൾ നീ ഓർത്തോണം, ഒരുവന്റെ മേൽ കുറ്റം മുഴുവൻ ചാർത്തി. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ കുറ്റമൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ രാജാവിനെ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസറല്ലാതെ വേറൊരു രാജാവില്ല, ഇവനെ ക്രൂശിക്ക. ജനമെല്ലാം ഒരുമിച്ച് ചാർത്ത് പിടിച്ചു. ഇന്നലെ ഓശാന പാടി കഴുതക്കുട്ടിയുടെ പുറത്ത് യെരൂശലേമിലേക്ക് എഴുന്നള്ളിച്ച് ദാവീദ് പുത്രൻ ഓശാന പാടി അതേ നാവ് കൊണ്ട് ഇവനെ ക്രൂശിക്ക എന്ന് ജനം ആക്രോശിച്ചു. ആക്രോശത്തിന് മുമ്പിൽ പീലാത്തോസ് ഗതിമുട്ടിയിട്ട് ജനത്തിന് നിർബന്ധം ഹേതുവായി അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അവർ അവനെ കയ്യേറ്റു. നിങ്ങൾ പോണം കേട്ടോ, മറ്റെങ്ങും പോയില്ലേലും
പീലാത്തോസിന്റെ അകത്തെ കൽത്തളം എന്ന് പറയുന്ന ഗബതയിൽ പോകണം. ഒരു വലിയ പാറയുടെ 4 സൈഡും പാറ നിർത്തിയിട്ട് ഒരു കൊച്ചു റൂമിന്റെ വലിപ്പത്തിൽ ഈ പാറ തുറന്നിറങ്ങിയിരിക്കുക. 4 ചുറ്റും പാറ, ഒറ്റ പാറയ്ക്കകത്തൊരു മുറി, നടുക്കി പ്രസംഗപീഠം പോലെ ചെറിയ ഒരു കൽത്തൂണ്, അതും ആ പാറയിൽ തന്നെ കുത്തിയെടുത്തേക്കുന്ന 4 മൂലയ്ക്ക് 4 കുഴികളുണ്ട്. ആ കുഴിക്കകത്ത് വിനാഗിരിയും ഉപ്പും ചേർന്ന ലായനികളാണ്. പീലാത്തോസ് ശിക്ഷയ്ക്ക് വിധിക്കുന്നവൻ ആരുമാകട്ടെ അവനെ ശിക്ഷിക്കുന്ന സ്ഥലമാണ് ഈ ഗബദ എന്ന് പറയുന്ന കൽത്തളം. ആ കൽത്തളത്തിലേക്ക് യേശു എന്ന പാപമില്ലാത്തവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് ഹല്ലേലൂയ അവൻ്റെ തലയിലേക്ക് കൂർത്ത ഒരു മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് അടിച്ച് ഈ ഒലൂമലത്തിൻ്റെ മരത്തിൻ്റെ കാകൾ അടിച്ച് താഴെയിടുന്നത് പോലെ സാക്ഷാൽ ജീവന്റെ ഉറവയായ യേശുവിൻ്റെ തലമേൽ വെച്ച മുൾക്കിരീടം തലയ്ക്കകത്ത് ഉറയ്ക്കേണ്ടതിന് മുൾക്കിരീടവുമായിട്ട് പോകുന്ന വഴിക്ക് 18 പ്രാവശ്യം വീണാലും ഈ മുൾക്കിരീടം തെറിച്ചു പോകാതിരിക്കാൻ അതിന് മുള്ളുകൾ തലയ്ക്കകത്തേക്ക് കൂർത്തിറങ്ങേണ്ടതിന് കോലുകൊണ്ട് അടിച്ച് അത് ഉറപ്പിച്ചിട്ട് അവൻ്റെ കയ്യിലൊരു ഞാങ്ങയുടെ കമ്പ് കൊടുത്തിട്ട് അവനെ അപമാനിച്ചുകൊണ്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കസാറയില്ലാതെ കസാറയിൽ ഇരിക്കുന്നത് പോലെ ഇരുത്തി അവനെ അപമാനിച്ചിട്ട് അവൻ്റെ വസ്ത്രം അടിച്ചു മാറ്റി. തുന്നലില്ലാത്ത നിലയങ്കിയായിരുന്ന യേശുവിൻ്റെ വസ്ത്രം അവൻ അടിച്ചു മാറ്റിയിട്ട് ഒരു ചുമന്ന നേർന്ന വസ്ത്രം അവൻ്റെ മേൽ ധരിപ്പിച്ചു. ഒരു മേലങ്കി അവനെ ധരിപ്പിച്ചിട്ട് ഈ കൽത്തൂണെ കൊണ്ട് അവനെ കെട്ടിയിട്ടിട്ട് അവൻ്റെ പുറത്ത് ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ തുടങ്ങി. 1 അടിയല്ല 2 അടിയല്ല. ഇത് നമ്മുടെ പിള്ളേർക്ക് ദേഷ്യം വരുമ്പോൾ അമ്മമാര് 1 വടി കൊണ്ട് 10 അടി ഒന്നിച്ചടിക്കുന്ന അടിയല്ല കേട്ടോ. 1 അടി അടിച്ചു കഴിഞ്ഞ ആളെണ്ണും. അടി 1, ആ അടിയുടെ വേദന തീരുമ്പോഴാണ് 2ാമത്തെ അടി, ആ അടിയുടെ വേദന തീരുമ്പോഴാണ് 3ാമത്തെ അടി, അങ്ങനെ 40 അടി. ഒരു സ്വത്രം പറയണേ. ഒന്നിച്ച് 40 അടിയാണ് ഒരു വേദന സഹിച്ചാൽ മതി. അങ്ങനല്ല കേട്ടോ. 1 അടിയുടെ വേദന തീരുമ്പോൾ അടുത്തടി. നിങ്ങൾക്കറിയാമോ ചല്ലയോ അസ്ഥികളും ചൂണ്ടകളും കോർത്ത് അല്ലെ ഈന്തപ്പനയുടെ ആ ഇഴയ്ക്കകത്ത് ചേർത്ത് പിന്നി ഒട്ടകത്തിൻ്റെ തോല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ആ രോമത്തിൽ ചേർത്ത് തുന്നി അങ്ങനെയുള്ള വലിയ ചാട്ടവാറ് വിനാഗിരി എന്ന ലാനിക്കകത്ത് മുക്കിപ്പൊക്കിയിട്ട് യേശുവിനെ ഈ ആട്ടുംകുട്ടിയെ പോലെ ഇങ്ങനെ കൈ മുന്നോട്ടാക്കി തല മുന്നോട്ടാക്കി വളഞ്ഞു നിൽക്കുന്ന വില്ല് പോലെ നിൽക്കുന്ന യേശുവിൻ്റെ പുറത്ത് ഈ ചാട്ടവാറടിക്കുമ്പോൾ കഴുത്തു മുതൽ പൃഷ്ഠഭാഗം വരെ ഈ ചാട്ടയുടെ ചൂണ്ടയും അസ്ഥിയും മാംസത്തെ പതിയും വലിച്ചൂരാൻ കഴിയാതെ വരുമ്പോൾ 2 റോമൻ പട്ടാളക്കാർ ആ ചാട്ടവാറ് കുലുക്കി പറിക്കുമ്പോൾ കണ്ടത്തിൽ കളപ്പ കൊണ്ട് കാളയെ കൊണ്ട് ഉഴുമ്പോൾ ഉളവാകുന്ന ഉഴവുചാല് പോലെ അവന്റെ പുറം ഉഴവുചാല് പോലെ കീറി രക്തം ഒഴുകാൻ തുടങ്ങി. സ്നേഹിത, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഗദസമനയിൽ രക്തഞരമ്പുകൾ പൊട്ടി 1ാമത് രക്തമൊഴുകി. 2 മുൾക്കിരീടം തലയിൽ വെച്ചപ്പോൾ 2ാമത് രക്തമൊഴുകി. മുഖത്തെ രോമം പിഴുതുപറിച്ചപ്പോൾ 3ാമത് രക്തമൊഴുകി. പുറം ഉഴവുചാല് പോലെ ചാട്ടവാറിന് അടിച്ചു കീറിയപ്പോൾ 4ാമത് രക്തമൊഴുകി. ഒരു പച്ച പൈൻമര കുരിശെടുത്ത് അവന്റെ തോളി വെച്ചിട്ട് പീലാത്തോസിന്റെ ശിക്ഷാസ്ഥലമായ അകത്തെ കൽത്തളം മുതൽ ഗബദ മുതൽ ഗാഗുൽത്ത വരെ നടക്കുമ്പോൾ ക്രൂശിന്റെ ഭാരം കൊണ്ടല്ല യേശു വീണേ. ഒരല്ലേലിയ പറയണം. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. യേശുവിൻ്റെ തോളത്തിൽ നിന്ന് ക്രൂശിന് 80 കിലോയോ 90 കിലോയോ തൂക്കമാകട്ടെ, യേശു ആരാന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഭൂമിയിലെ മുഴുവൻ പൊടിയെ ഒരു നാഴിക്കകത്താക്കിയിട്ട് ഒരു കൈ കൊണ്ട് പൊക്കിപ്പിടിക്കുന്ന ആളിന് 80 കിലോ ക്രൂശ് വല്ലതും വിഷയമാണോ? ഹലോ, ക്രൂശിൻ്റെ ഭാരമല്ല അവൻ വീണത്, ആ ക്രൂശന്മേലുള്ള നമ്മുടെ പാപത്തിൻ്റെ ഭാരമാകട്ടോ. ഇന്ന് രാത്രി അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, സകലത്തെയും തൻ്റെ ഉള്ളംകൈ വഹിക്കുന്നവൻ ക്രൂശും കൊണ്ട് വീണത് ക്രൂശിൻ്റെ ഭാരമല്ല, എൻ്റെയും നിങ്ങളുടെയും ആർക്കും താങ്ങാൻ കഴിയാത്ത ആ കൊടിയ പാപത്തിൻ്റെ ഭാരമാ അവൻ ചുമന്ന്. ഈ രാത്രി സ്തോത്രം പറയാൻ വകയുണ്ട് കേട്ടോ. നിനക്ക് പുത്രത്വം തിരിച്ചു തരുവാൻ, നിനക്ക് തേജസ് മടക്കി തരുവാൻ, മരണം നീക്കി ജീവനിൽ പ്രവേശിപ്പാൻ, നരകം മാറി സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ അവൻ സഹിച്ച ത്യാഗം ഇന്ന് രാത്രി നീ ഒരു നിമിഷം ഓർത്താൽ മൗനമായിരിക്കത്തില്ല പ്രിയരെ. ഇത് ഓർക്കുമ്പോൾ കന്നാലിയെ കൊന്ന് ഇറച്ചി തിന്നുന്നതല്ല കർത്താനുഭവത്തിന്റെ ഓർമ്മ, പെസഹായുടെയോ ഈസ്റ്ററിന്റെ ഓർമ്മ, നാട്ടിലെ പോത്തന്മാരെ എല്ലാം മേടിച്ച് പങ്കുവച്ച് തിന്നുന്നതല്ല, 90 കോടി രൂപയുടെ കള്ളു കുടിക്കുന്നതല്ല. ഹല്ലേലൂയ. 50 ദിവസം ഇറച്ചിയും മീനും കൂട്ടാതിരുന്നിട്ട് 50ാമത്തെ ദിവസം മൊത്തം ഇറച്ചിയും മീനും തിന്നുന്നതല്ല. ഈ
ഇന്ന് രാത്രി ഓർക്കേണ്ടത്, ഞാൻ പാപിയായിരിക്കുമ്പോൾ സ്വർഗപ്രവേശനം നഷ്ടപ്പെട്ട് പിശാചിന്റെ മൃത്യു മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മരണം നീക്കി എനിക്ക് ജയം തന്ന ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. നരകം നീക്കി സ്വർഗം തന്ന ഈ ക്രൂശ് ആരെങ്കിലും ഒന്ന് താങ്ങുമോ എന്ന് കർത്താവ് നോക്കി. കുറെ സഹോദരിമാർ ചുമ്മാ കരയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട. ഞാൻ ഈ ഭൂമി വന്നത് ഇത് ചുമക്കാനാ. പിതാവ് എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്ത് നിവർത്തിക്കുക. എന്നെ ചൊല്ലി കരയണ്ട. പക്ഷേ നിങ്ങളെ നിങ്ങളുടെ പിള്ളേരെ ചൊല്ലി ഇന്ന് രാത്രി ഞാനും പറയുവാ, പിള്ളേരെ ചൊല്ലി എന്ത് ചെയ്തോണം? ഞാൻ അങ്ങോട്ട് പ്രവേശിച്ച ദൂത് മാറും. അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നു. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ 40-40 വയസ്സുള്ളൊരു മനുഷ്യൻ പള്ളിയിലുണ്ട്. എല്ലാ ആഴ്ചയിലും വരുന്നവനാണ്. പക്ഷേ കൈ ഇങ്ങനെ ഇരിക്കുന്നേ. സ്തോത്രം. യേശു പറഞ്ഞ് കൈ നീട്ടാന്ന് പറഞ്ഞ് കൈ നീട്ടി. അന്നേരം സൗഖ്യമായി. ഇപ്പം നല്ല ബോഡി ബിൽഡറുടെ കൈ പോലെ അവൻ്റെ കൈ. സ്തോത്രം. ഒരമ്മച്ചി എല്ലാ ആഴ്ചയിലും പള്ളി വരും. പക്ഷേ അമ്മച്ചി കൂനിയാണ് നിൽക്കുന്നത്. അമ്മച്ചിന് നോട്ടം മുഴുവൻ ഒട്ടുപാലുണ്ടോ ഷീറ്റുണ്ടോ തേങ്ങ പൊടിഞ്ഞോ താഴോട്ടേ നോക്കത്തുള്ളൂ. മേലോട്ട് നോക്കിയിട്ടേ ഇല്ല. അവിടെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അമ്മച്ചി എപ്പോഴും കുഞ്ഞു നിൽക്കുന്നയാളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മച്ചിയോട് നൂരാൻ പറഞ്ഞു, നീയും അബ്രഹാമിൻ്റെ സന്തതിയല്ലേ, നൂറുന്നു. അമ്മച്ചി റോട്ടിൽ നിൽപ്പുണ്ട്. അമ്മച്ചി ക്രൂശെ പിടിച്ചില്ല. കൈ നല്ല സൗഖ്യമായവൻ റോട്ടിൽ നിൽപ്പുണ്ട്. അവൻ ക്രൂശെ പിടിച്ചില്ല. വഴി നീളെ രക്തം ഒരുക്കിക്കൊണ്ട് 12 വർഷം നടന്ന രക്തസ്രാവക്കാരി സൗഖ്യമായിട്ടുണ്ട്. അവൾ ക്രൂശെ പിടിച്ചില്ല. 40 വർഷം 2 കണ്ണുമില്ലാത്തവന് ചേറ് കുടച്ച് 2 കണ്ണുണ്ടാക്കി കൊടുത്തവൻ അവിടെ കണ്ണ് തുറന്നു നിൽപ്പുണ്ട്. അവൻ ക്രൂശെ പിടിച്ചില്ല. ഒരു സ്വത്രം പറയണേ. നല്ല അപ്പമെല്ലാം കൂടെ തിന്നിട്ട് മിച്ചം വെച്ച് 12 കൊട്ട ചുമ്മിക്കൊണ്ട് പോയ പുള്ളികൾ അവിടെ നിൽപ്പുണ്ട്. അവരാരും ക്രൂശെ പിടിച്ചില്ല. കഷ്ടതയുടെ സമയത്ത് നിന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരും കാണത്തില്ല. അവരെല്ലാം അകലം മാറി നോക്കി നിൽക്കത്തേ ഉള്ളൂ. അതെന്റെ യേശുവിന്റെ പാഠമകട്ടോ. ആരും കൂടെ കാണാൻ സഹായിച്ചവരും കൈ കൊടുത്തവരും സമ്പത്ത് നൽകിയവരും ഒന്നും കൂടെ കാണത്തില്ല. എല്ലാവരും അകലം പാലിച്ചു നിന്നപ്പോൾ ഒരാഫ്രിക്കക്കാരനായ കുറേനക്കാരനായ കറുത്തൊരു മനുഷ്യൻ ഒരടിമപ്പണിയായി കണ്ടത്തിൽ വേല ചെയ്യുകയാണ്. അവൻ 2 ആൺപിള്ളേരുണ്ട്. അവൻ്റെ ആഗ്രഹം, ഞാനോ അടിമപ്പണി ചെയ്യുക. എൻ്റെ പിള്ളേർ രൂപോസും അലസാൻഡറുമെങ്കിലും നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോലി കിട്ടണം. ബെല്ലോനെ ചാട്ടവാറിൻ്റെ അടിയും കൊണ്ട് കണ്ടെത്തി കിടന്നു വിടാതെ അവർക്കൊരു ഭാവി ഉണ്ടാകണം. 1000 സ്വപ്നങ്ങളുമായിട്ട് രാവിലെ 3 മണിക്ക് ഇറങ്ങി വൈകിട്ട് 9 മണിക്ക് ആ പൈസയും മേടിച്ച് ഒരു പണവും മേടിച്ച് ആ കൈലിയുടെ അറ്റത്ത് കെട്ടി ആ പഴയ കലപ്പ കഴുകി അത് തോളത്ത് വെച്ച് ആ അരിവായും കഴുകി അത് കൈ പിടിച്ച് ഈ മനുഷ്യൻ 1000 സ്വപ്നങ്ങളുമായി തലയിൽ തുപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഭയങ്കര ജാഥ വരുന്നു. അല്ലെങ്കിൽ വലിയ ആരാവാരം കേൾക്കുന്നു. അവൻ മാറി നിന്ന് അബദ്ധം പറ്റി. ഇന്ന് രാത്രി യോഗത്തിന് കൊണ്ട് അകത്ത് കയറാതെ വെളിയിൽ നിൽക്കുന്നത് പോലെ പതുക്കെ മാറി നിന്നത്. പക്ഷെ റോമൻ പട്ടാളക്കാരന്റെ തീജ്വാറുന്ന കണ്ണുകൾ അവനെ കണ്ടിട്ട് പറഞ്ഞ ആരോഗ്യ ദൃഢഗാത്രനായ ശിമയോനെ കണ്ടു പറഞ്ഞു, എടുക്കടാ ക്രൂശ്. അവൻ പറഞ്ഞു, ക്രൂശ് എടുക്കത്തില്ല. ക്രൂശിന്മേൽ തൂങ്ങുന്നുമല്ല, ശപിക്കപ്പെട്ടവനല്ലേ ഞാൻ. ഈ ക്രൂശ് എടുത്താൽ ഞാൻ ശപിക്കപ്പെടും, എൻ്റെ ഭാര്യ ശപിക്കപ്പെടും, എൻ്റെ 2 പിള്ളേർ രൂപോസും അലക്സാണ്ടർ ശപിക്കപ്പെടും. ഞാൻ ക്രൂശ് എടുക്കത്തില്ല. പട്ടാളക്കാരൻ്റെ കോപം ജ്വലിച്ചു. റോമൻ പട്ടാളക്കാർക്ക് അധികാരമുള്ള സമയമാണ്. അവൻ്റെ വാക്കിൻ്റെ മുമ്പിൽ അവൻ്റെ ചാട്ടവാറൊന്ന് ഉയർന്ന് ചുഴറ്റിയപ്പോൾ പേടിച്ച് നിർബന്ധം കൊണ്ട് ക്രൂശ് എടുത്തു. ക്രൂശിൻ്റെ ക്രോസായ ഭാഗം യേശുവിൻ്റെ തോളിലും ആ വാലറ്റ് ഇവൻ്റെ തോളിലുമായി. അപ്പോഴത്തേക്ക് നടപ്പ് ഏറെക്കുറെ ഗാഗുൽത്തായുടെ പകുതിയായി. ഗബദായിൽ നിന്ന് ഗാഗുൽത്ത അല്പം ദൂരം കൂടെ ഉള്ളൂ. അന്നേരമാണ് ഈ ശിമയോൻ വന്ന് ക്രൂശെ പിടിച്ചത്. പക്ഷേ ദൈവം ചുമക്കുന്ന ക്രൂശ് ചുമക്കാൻ ഉലകത്തിൽ ആരെ കൊണ്ടും കഴിയത്തില്ല. ആദ്യം ഈസിയാന്ന് തോന്നിയാലും 1-2 സ്റ്റെപ്പ് വെച്ചപ്പോൾ ശിമോന് ഭാരമായി കാണും. വയ്യോളം പടതേച്ച് വരുന്ന മനുഷ്യനല്ലേ. അവൻ താല്യം മുന്നോട്ട് നീക്കിയപ്പോൾ ശാന്തമായി കർത്താവ് ഇവനെ നോക്കിക്കാണ്. ഈ ക്രൂശിൻ്റെ ഇടയിലൂടെ നോക്കിയിട്ട് പറഞ്ഞു, ശിമോനെ, ഞാൻ പ്രതീക്ഷിച്ച ആരും എൻ്റെ ക്രൂശ് ചുമക്കാൻ വന്നില്ല. നിർബന്ധം കൊണ്ടാണെങ്കിലും നീ ക്രൂശെ പിടിച്ചല്ലോ മോനെ. എടാ, ഇനി ഒത്തിരി ദൂരം ഇല്ലടാ. എടാ, ഗതസമനം ഞാൻ തന്നെയാടാ നേരിട്ടെ. ഗബദ ഞാൻ തനിച്ചാടാ നയിച്ചേ. ഗാഗുൽത്തയുടെ പകുതി ദൂരം കഴിഞ്ഞടാ. ഒരല്പ ദൂരം കൂടെ ചെന്നാൽ നമ്മൾ ഗാഗുൽത്തയിലെത്തും. പിന്നെ നീ ക്രൂശ് എടുക്കണ്ട. അത് കഴിഞ്ഞാൽ നിനക്കൊരു വാഗ്ദത്തം ഞാൻ തരികയാണ്. ഇപ്പം എൻ്റെ ക്രൂശ് എടുത്ത നിന്നെയും
നിന്റെ ഭാര്യയും നിന്റെ 2 പിള്ളേരെയും ഞാൻ ചുമന്നോളാം. നീ എൻ്റെ ചെറിയ ക്രൂശ് ഒന്ന് ചുമന്നാൽ ഈ രാത്രി ആരും മൗനമായിരിക്കരുത്. അല്പം കഷ്ടം സഹിച്ചാണെങ്കിലും, നീ അല്പം ദുഃഖം സഹിച്ചാണെങ്കിലും, നിന്ന സഹിച്ചാണെങ്കിലും, അല്പസമയം ഈ ക്രൂശ് ഒന്ന് സഹിച്ചാൽ അല്പം കഴിയുമ്പോൾ നിന്റെ കുടുംബത്തെ മുഴുവൻ, തലമുറയെ മുഴുവൻ ഞാൻ ചുമന്നോളാം. ഇന്ന് രാത്രി ആരോടൊക്കെ ദൂത് പറയുക, എനിക്ക് ആരുമില്ലേ എന്ന് ഭാരപ്പെടുന്ന സ്നേഹിത, സഹോദരി, മാതാവേ, നിനക്കൊരുവനുണ്ട്, ക്രൂശ് ചുമന്ന ഒരുവനുണ്ട്. അവൻ നിന്നെ മരിക്കുവോളം ചുമക്കാൻ മതിയായവനാ. ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ ഹല്ലേലൂയ. നമ്മുടെ കരോ ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയോ? ഭർത്താവില്ലേ? ഭാര്യ പോയോ? കോവിഡ് വന്ന് കുഞ്ഞുങ്ങൾ പോയോ? നീ ഒറ്റപ്പെട്ടാണോ? പ്രൈസ് ദി ലോർഡ്. ശിമോനോട് പറഞ്ഞവൻ പറയുക, ശിമോനെ, ഒരല്പ ദൂരം കൂടെ ഉള്ളു മോനെ, ഇത് കഴിഞ്ഞ് ഞാൻ ഗാഗുൽത്തായിലെത്തുക. ഗാഗുൽത്ത വരെ നീ ചുമന്നാ മതിടാ. ഗാഗുൽത്തായി കഴിയുമ്പോൾ ഞാൻ ഈ ക്രൂശിൽ തൂങ്ങും. പിന്നെ നീ ക്രൂശ് എടുക്കണ്ട. പക്ഷെ നിനക്ക് ഉറപ്പ് തരാൻ പോകുക, നിന്നെയും നിന്റെ ഭാര്യയും നിന്റെ മകൻ രൂഫോസിനെയും അലക്സാണ്ടറിനെയും ജീവിതകാലം മുഴുവൻ ഞാൻ ചുമക്കും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരല്പം നിന്ന് സഹിച്ചാണെങ്കിലും, ആഭരണം ഊരിയതിൻ്റെ പേരിൽ, സ്നാനക്കുളത്തിൽ ഇറങ്ങിയതിൻ്റെ പേരിൽ, പൊട്ടക്കൊല്ലത്തി ആയതിൻ്റെ പേരിൽ, സമുദായം വിട്ടതിൻ്റെ പേരിൽ നീ ഒരല്പം നിന്ന് സഹിക്കേണ്ടി വന്നാലും നിന്നോട് ആത്മാവിനകത്ത് ദൂത് പറയുകയാ, നിന്നെ നരയ്ക്കുവോളം ചുമക്കുവാൻ ഒരുത്തരുണ്ട്. ഏറ്റെടുക്കുന്നവർ മാത്രം ഇതിനകത്ത് ദൈവാത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇതൊരു അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ രാത്രിയാ. നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ഇന്ന് രാത്രി ചില വിടുതലുകൾ, ലോകം തരാത്ത സമാധാനത്തിന്റെ കരം ഈ രാത്രി വെളിപ്പെടുകയോ. യേശുവിന്റെ നാമത്തിൽ ജനം വിടുവിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ചില നിരാശകൾ മാറട്ടെ, ചില അസ്വസ്ഥതകൾ മാറട്ടെ, ചില രോഗങ്ങൾ മാറട്ടെ, ചില ശാപങ്ങൾ മാറട്ടെ, ചില പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ അഴിയട്ടെ. ജനം ഈ രാത്രി വിടുവിക്കപ്പെടട്ടെ. ഒരിക്കലൂടെ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. വഴി നടുകെ 6ാമത് രക്തം ഒഴുകി. സ്തോത്രം. ക്രൂശിന്മേൽ കൊണ്ട് മലർത്തി കിടത്തി. 5ാമത് രക്തം ഒഴുകി. ക്രൂശിന്മേൽ കൊണ്ട് മലർത്തി കിടത്തി. 2 കൈയിലും 2 കാലുകൾ ചേർത്ത് വെച്ച് 3 കാലിരുമ്പാണി അടിച്ചപ്പോൾ 6ാമത് രക്തമൊഴുകി. ക്രൂശോടെ ഉയർത്തി നിർത്തിയ യേശു ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തിലേക്ക് ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തുമ്പോൾ ആ ശരീരത്തിന് രക്തമില്ല. രക്തം മുഴുവൻ ഗതസമന മുതൽ ഒഴുകി ഒഴുകി ആണി അടിച്ചപ്പോൾ മുഴുവൻ ഒഴുകി. പക്ഷേ ആ ചങ്കിൻ്റെ മൂലയ്ക്ക് ഒരു സ്വല്പം ശേഷിച്ച രക്തവും ഊറി വന്ന് ചില വെള്ളമുണ്ട്. വേറെ രക്തം ഒട്ടുമില്ല. മുഴുവൻ രക്തം ഒഴുകി. ഒരു സ്വത്രം പറയണം, ജീവിപ്പിക്കുന്ന രക്തം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപപരിഹാര രക്തം മുഴുവൻ ഒഴുകി. അവസാനം ആ ചങ്കിൻ്റെ മൂലയ്ക്ക് ശേഷിച്ച അല്പരക്തം ഒരു പടയാളി ആ ചങ്കിലെ കാഞ്ഞു കുത്തിയപ്പോൾ ആ രക്തവും വെള്ളവും കൂടെ 7ാമത് ഒഴുകി. സ്നേഹിത, പാപിയായ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഗതസമനം മുതൽ ഗാഗുൽത്ത വരെ 7 ഇടങ്ങളിലായി ആ രക്തം മുഴുവൻ ഒഴുകിയിറങ്ങിയത് നിനക്ക് പാപപരിഹാരം വരുത്തുവാനാ. ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശുക്രിസ്തുവിന്റെ രക്തം മുഴുവൻ ഊറ്റപ്പെട്ടു. അതുകൊണ്ട് പുസ്തകം പറയുകയാണ്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി സമയം തീരുമ്പോൾ PC ചെറിയൻ പ്രസംഗം നിർത്തും. ഗായക സംഘം ഒരു പാട്ടൂടെ പാടി പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഞങ്ങൾ ഇതിനകത്ത് പെട്ടെന്ന് തിരിച്ചു പോകും. പക്ഷെ ഞാൻ പ്രസംഗം നിർത്തിയാലും സംസാരം നിർത്താത്ത ഒരാൾ ഇവിടെയുണ്ട്. അതാരാണെന്നറിയണ്ടേ? ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാഗ രക്തം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഞങ്ങളുടെ പ്രസംഗം നിർത്താൻ വേണ്ടി ഞങ്ങളെ കവലക്കിട്ട് അടിക്കുകയോ, ഞങ്ങളെ ഉപദ്രവിക്കുകയോ, ഞങ്ങളെ വെടിവെച്ച് കൊല്ലുകയോ, ഞങ്ങളെ തല്ലിക്കൊല്ലുകയോ, സ്തേഫാനോസിനെ പോലെ കല്ലെറിഞ്ഞു കൊല്ലുകയോ ചെയ്താലും ഈ രക്തത്തിന്റെ സംസാരം നിൽക്കത്തില്ല.
ഹലോ, ഒന്നോ രണ്ടോ സ്തേഫാനോസിനെയോ ഒന്നോ രണ്ടോ പി സി ചെറിയന്മാരെയോ ബാബു ചെറിയാനോ രാജു മേത്രയോ ഒക്കെ കൊല്ലാൻ കഴിയും. പക്ഷെങ്കിൽ രക്തത്തെ കൊല്ലാൻ കഴിയത്തില്ല. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന, കഴിഞ്ഞ 2000-ലധികം വർഷമായി ലോകത്തോട് സംസാരിക്കുന്ന പാപപരിഹാര രക്തം ഇന്ന് രാത്രി ഒഴുകിക്കൊണ്ടിരിക്കുകയാ. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഉറവയായി എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് ഒഴുകുന്ന ജീവന്റെ ജലനദിയായ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. ഓ, ഇത്രയെല്ലാം ഉപദ്രവിച്ചിട്ടും യേശു കോമായിലായല്ല മരിച്ചേ. സ്തോത്രം പറഞ്ഞാൽ അബോധാവസ്ഥയിലായിട്ടല്ല മരിച്ചേ, നല്ല സുബോധത്തിൽ. കാക്ക നിന്ന് കരയുന്ന മറിയെ നോക്കിയിട്ട് യോഹന്നാൻ വിളിച്ചു, യോഹന്നാനെ, ഇത് നിന്റെ അമ്മയാണ്. സ്ത്രീയെ, എനിക്ക് പകരം ഇത് നിന്റെ മകനാണ്. ക്രൂശെ കിടന്നുകൊണ്ടും നിർവഹിക്കേണ്ട എല്ലാം നിർവഹിച്ചു. നമ്മളായിരുന്നെ പറഞ്ഞേനെ, അമ്മയെ കൊണ്ട് ഗിൽഗാൽ ആശ്വാസവനിലാക്കണം, അച്ഛനെ കൊണ്ട് പത്തനാപുരത്തെ അനാഥാലയത്തിലാക്കണം. വേണ്ടുന്നില്ല. ഹലോ, പ്രൈസലോ. യേശു ക്രൂശെ കിടന്നപ്പോഴും നിന്ന് സഹിച്ച് നാട്ടുകാരെ പേടിച്ച് 6 മാസം എലിസബത്ത് പാർക്കുന്ന മലയുടെ മുകളിൽ പോയി ഒളിച്ചു പാർത്ത, രാത്രി മിസ്രൈമിലേക്ക് പേടിച്ച കഴുതക്കുട്ടപ്പുറത്ത് ഓടിപ്പോയ അമ്മയെ കൈവിട്ടില്ല. സ്തോത്രം പറയണം. നമുക്കെല്ലാം മാതൃക കാണിച്ചില്ല കേട്ടോ. സ്തോത്രം. ബദ്ധവൈരികളായിരുന്ന പീലാത്തോസും ഹേരോദാവും തമ്മിൽ അന്ന് രാത്രി സ്നേഹിതരായി. ക്രൂശുമരണത്തിന്റെ പ്രത്യേകത ഓർത്തോണം. പ്രൈസലോ. ഏറ്റവും വലിയ 400-ലധികം കൊള്ളക്കാരെ ഒന്നിച്ചു കൊണ്ടാടുന്ന കൊള്ളസംഘ തലവനായ ദുഷ്പ്രവർത്തിക്കാരുടെ നേതാവായ ബറബാസിനെ വെറുതെ വിട്ടു. ക്രൂശിക്കിടന്ന കള്ളൻ. അതുവരെ തമ്മിൽ യേശുവിനെ ദുഷിച്ചവരിൽ ഒരുവൻ അവസാന നിമിഷം യേശുവിൻ്റെ മേളത്തെ മേലെഴുത്ത് വായിച്ചു. എല്ലാവരുടെയും മണ്ടയ്ക്ക് ഒരു തലയിലെഴുത്തുണ്ട്. സ്തോത്രം. അവരോടെ തലയുടെ മേളിൽ കണ്ണില്ലാത്തതുകൊണ്ട് വായിക്കാനൊക്കത്തില്ല. പക്ഷെ അടുത്ത് കിടക്കുന്നവരെ വായിക്കാം. സ്തോത്രം. നമ്മളത് വായിച്ചാണ് നാട്ടുകാർക്കിട്ടെല്ലാം പാര വെക്കുന്നത്. മിണ്ടുന്നില്ല. ഫ്രീസലോ. നമ്മുടെ വായിക്കാതെ അവൻ്റെ വായിച്ചിട്ട് പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇവൻ്റെ മേളിലേക്ക് ദുഷ്പ്രവർത്തിക്കാരൻ, പക്ഷെ ഇവന് വായിക്കാനൊക്കത്തില്ല. പക്ഷേ അടുത്ത് കിടക്കുന്ന കള്ളൻ്റെ ദൈവം വായിച്ചപ്പോൾ ദുഷ്പ്രവർത്തിക്കാൻ ഞങ്ങൾ രണ്ടും ഒരു സെയിം കുറ്റമാണ്. അപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ ദുഷ്പ്രവർത്തിക്കാരനാണ്, എൻ്റെ മണ്ടയ്ക്കും ദുഷ്പ്രവർത്തിക്കാരനാണ്. അവൻ യേശുവിൻ്റെ മോളത്തെ എഴുത്ത് വായിച്ചു. ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരെഴുത്ത്. ഇവൻ യഹൂദന്മാരുടെ, ഇതൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. മത്തായി സുവിശേഷത്തിൽ വിദ്വാൻമാര് പൊന്നുമോര് കുന്തിരിക്കവുമായി വരുമ്പോൾ ഹേരോദാവിന്റെ കൊട്ടാരത്തിക്കറി ചോദ്യം ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? 33.5 വർഷം ആരും ഉത്തരം പറഞ്ഞില്ല. കൊട്ടാരത്തിലല്ല ഞങ്ങളുടെ രാജാവ് കേട്ടോ, ഞങ്ങളുടെ രാജാവ് ക്രൂശേലാ. ചേർന്ന് ദൈവത്തെ സ്തുതിക്കണമേ. കൊട്ടാരത്തിൽ പോയി വിദ്വാൻമാര് തപ്പി, യഹൂദന്മാരുടെ രാജാവ് എവിടെ? ആരും ഉത്തരം പറഞ്ഞില്ല. 33.5 വർഷം കഴിഞ്ഞപ്പോൾ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ വിദ്വാൻമാരുടെ ചോദ്യത്തിന്റെ ഉത്തരം മുകളിൽ എഴുതി, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. സ്നേഹിത, എന്റെ യേശു ജനിച്ചത് രാജാവായിട്ടാ, എന്റെ യേശു ജീവിച്ചത് രാജാവായിട്ടാ. അതുകൊണ്ടല്ലേ കഴുതക്കുട്ടി പുറത്ത് കയറി പോകുമ്പോൾ രാജാവിന്റെ എഴുന്നള്ളത്ത് കിട്ടിയത്. എന്റെ യേശു മരിച്ചത് രാജാവായിട്ടാ, എന്റെ യേശു സ്വർഗാരോഹണം ചെയ്ത രാജാവായിട്ടാ. ഇനി വരാൻ പോകുന്നത് രാജാതി രാജാവായിട്ട്. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി വരുന്നത് രാജാതി രാജാവ്. ഹല്ലേലൂയ. ഇവൻ ഈ എഴുത്ത് വായിച്ചേച്ച് പറഞ്ഞു, കർത്താവേ, നീ രാജാവാകും. നീ രാജാവാകുമ്പോൾ ദുഷ്പ്രവർത്തിക്കാരനായി എന്നെ ഒന്ന് ഓർത്തോണം. കർത്താവ് പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, ഏറ്റുപറഞ്ഞില്ല, കർത്തൃമേശ എടുത്തില്ല, ദശാംശം കൊടുത്തില്ല, സ്വോത്രകാഴ്ച കൊടുത്തില്ല, മുറ്റത്ത് കൺമഷം വെച്ചില്ല. ഹലോ, മിണ്ടുന്നില്ല. പ്രൈസലോ. അവിടെ നിന്ന് ഒറ്റ വാക്ക്, കർത്താവേ എന്നൊന്ന് ഓർക്കണം. കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ ഇരിക്കുന്നത് നീ ഇരിക്കും. അതാ യേശുവിൻ്റെ സ്നേഹം. ഒരു സ്വത്രം പറഞ്ഞേ,
ഇന്ന് രാത്രി സ്നേഹിത, നീ ആരുമായിക്കൊള്ളട്ടെ, എൻ്റെ കർത്താവിന് വിഷയമല്ല. അമ്മയ്ക്ക് വേണ്ടാത്ത, അപ്പന് വേണ്ടാത്ത, ഭാര്യയ്ക്ക് വേണ്ടാത്ത, നാട്ടുകാർക്ക് വേണ്ടാത്ത, വസ്ത്രം ധരിക്കാത്ത, കല്ലറയിൽ കിടക്കുന്ന ഭൂതഗ്രസ്തനാകട്ടെ, എൻ്റെ കർത്താവിന് നിന്നെ വേണം. ലോകത്തിൽ ആർക്കും വേണ്ടാത്തതിനെ തേടി ചെന്നിട്ട് കൂടെ ചേർത്ത് നിർത്തുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എല്ലാവരെയും സ്നേഹിക്കുന്ന യേശു. ഇവനെ പറുദീസയിലെത്തിച്ചാമെന്ന് പറഞ്ഞിട്ട് സ്വന്തം തോളി തലയയച്ച് പ്രാണനെ വിട്ടു. പത്രോസും യാക്കോബും യോഹന്നാൻ ഇച്ചിരി രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ് അന്നത്തെ കാലത്ത്. യോഹന്നാൻ്റെ കേറോപ്പില്ല പത്രോസ് അകത്ത് കയറിയേ. ഇപ്പം ഇച്ചിരി പിടിപാടുള്ള പുള്ളിയാണ്. പക്ഷെ അടക്കാൻ ഇവരാരും വന്നില്ല. സ്തോത്രം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കൽ നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ദൈവനായത്തിൽ പോകത്തരം തീർത്ത് മുഖത്ത് നോക്കി പറഞ്ഞ നീക്കോദീമോസ് രാത്രി വന്നു. സ്തോത്രം പറഞ്ഞാട്ട് രഹസ്യ ശിഷ്യനായ അരിമത്തിലെ യോസഫ് വന്നു. യോസഫ് വെട്ടിവെച്ചിരുന്ന കാരയെ അറക്കിയിട്ടില്ലാത്ത കല്ലറയ്ക്കകത്തേക്ക് വെക്കാൻ പീലാത്തോസിൻ്റെ അനുവാദം മേടിച്ചു. അപ്പുറത്തേക്ക് നീക്കോദീമോസ് പോയി നല്ല തിരശീല, വെള്ള തിരശീല മേടിച്ച് അതിനകത്ത് വെക്കാൻ 100 റാത്തൽ സുഗന്ധ, രാജാക്കന്മാരെ അടക്കുമ്പം മാത്രം വെക്കുന്ന 100 റാത്തൽ സുഗന്ധവർക്കം, രാജാതിരാജാവായ കർത്താവിനെ വെച്ച് പൊതിയാൻ 100 റാത്തൽ സുഗന്ധവർക്കം വെള്ള തിരശീലയ്ക്കകത്ത് വെച്ച് യേശുവിൻ്റെ ബോഡി ഇറക്കി പൊതിഞ്ഞിട്ട് ആ ബോഡി ചുമന്നുകൊണ്ട് മടക്കാത്ത കല്ലറയിൽ കൊണ്ടുവച്ചപ്പോൾ ജോസഫ് ഒരിക്കലും വിചാരിച്ചില്ല ഇത് ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുകയാണെന്ന്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഏതാണ്ട് 40 രാജ്യങ്ങളിൽ പോയി യേശു തന്നെ കർത്താവ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ആ രാജ്യങ്ങളൊക്കെ അനവധി സെമിത്തേരികൾ, ഉന്നതന്മാരെ മാത്രം അടക്കിയിരിക്കുന്ന, ലണ്ടനിലുള്ള ഏറ്റവും വലിയ കല്ലറകൾ മാത്രമുള്ള സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയെങ്ങും ഒരു കല്ലറയും തുറന്നു കിടപ്പില്ല. ഈ ഉലകത്തിനകത്ത് ഒറ്റ കല്ലറ ഇന്നലെ തുറന്നു കിടപ്പുള്ളൂ. മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കല്ലറ മാത്രം, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറ മലർക്കെ തുറന്നു കിടക്കുകയാണ്. പീലാത്തോസിന്റെ ഹേരോദാവിന്റെ പട്ടാളം ആ കല്ലറയെ വളഞ്ഞു. വലിയ കല്ലുരുട്ടി വാതുക്കെ വെച്ചു. ഒരു ചങ്ങല കൊണ്ട് അതിനെ ബന്ധിച്ചു. ആ റോമൻ ഗവൺമെന്റ് ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചു. പക്ഷെ സകല ഇമ്പീരിയൽ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെന്ന് പറഞ്ഞ് മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാന്റെ അടുക്കൽ ചെന്നിട്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, യോഹന്നാനെ ഭയപ്പെടേണ്ട, പിന്നത്തെ സാക്ഷ്യം ഭയങ്കരമാ. ഞാനും മരിച്ചവനായിരുന്നടാ. ഞാനും മരിച്ചവനായിരുന്നു, പക്ഷേ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. 2, നീ എൻ്റെ കയ്യിലെ താക്കോൽ കൂട്ടം കണ്ടോടാ. ഇത് മരണത്തിൻ്റെ താക്കോല, ഇത് പാതാളത്തിൻ്റെ താക്കോല. മോനെ, ഞാൻ മരിച്ചെങ്കിലും താക്കോല് മൊത്തം ഇപ്പം എൻ്റെ കയ്യിലാണ്. ഞാൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല, ഞാൻ അടച്ചാൽ ആരും തുറക്കത്തില്ല. ഇന്ന് രാത്രി സകല അധികാരം പ്രാപിച്ചവൻ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം പ്രാപിച്ചവൻ ഈ രാത്രി ഇവിടെ നടകൊള്ളുകയാ. നിന്റെ ഏതടയപ്പെട്ട വിഷയത്തെയും ഈ രാത്രി തുറക്കുവാൻ അവൻ മതിയായവനാ. ഏത് പരാജയത്തെ ജയമാക്കുവാൻ, ഏത് പൂട്ടപ്പെട്ട മണ്ഡലത്തെ അഴിക്കുവാൻ ഈ രാത്രി കഴിവുള്ള ഒരുത്തൻ അധികാരത്തെ താക്കോല് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വന്നിരിക്കുന്നവൻ ആരെന്നറിയാമോ? മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോട് സദൃശ്യമായ കാലോട് കൂടിയവൻ, നിലയങ്കി ധരിച്ചവൻ, നിലവിളക്കുന്ന ഉലാവുന്നവൻ, ഹിമത്തേക്കാൾ വെണ്മയുള്ള മുടിയുള്ളവൻ, സൂര്യശോഭയേക്കാൾ വെല്ലുന്ന മുഖമുള്ളവൻ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഇന്ന് രാത്രി മഹത്വപൂർണനായ കർത്താവ് ഇവിടെ വെളിപ്പെട്ട് പറയുകയാണ്, ഇതോ ഞാൻ വേഗം വരുന്നു. സ്നേഹിത, ഈ ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് യേശു തിരിച്ചു വരാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കൽ അവൻ വന്നേ പാപിയെ രക്ഷിക്കാനാണെങ്കിൽ ഇനിയും വരുന്നത് പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ചേർക്കാൻ വരികയാണ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാൻ ഒരു നാമം, യേശുവിൻ്റെ നാമമാണ്. എത്ര ലളിതമാണെന്നറിയാമോ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മകനാണ്, മകളെന്ന് ഉറപ്പുള്ളവരെ കൈയൊന്ന് ഉയർത്തിക്കേ. ഇല്ലാത്ത ഏതെങ്കിലും സഹോദര, സഹോദരി, മാതാവേ, പിതാവേ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഇതാകുന്ന സുപ്രസാദകാലം, ഇതാകുന്ന രക്ഷാ ദിവസം. ഇന്ന് നീ കർത്താവിനായി ഹൃദയം സമർപ്പിച്ചോണം. അടുത്ത നിമിഷം നമ്മൾ ആര് കാണും ഒരു നിശ്ചയമില്ല. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് ഏത് നിമിഷത്തിലും വെളിപ്പെടാൻ പോകുന്ന കർത്താവിൻ്റെ മണവാട്ടി പാത്തിലേക്ക്, ആ പുത്രത്വത്തിലേക്ക് നമുക്ക് വരുവാൻ ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം.